നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് RSS. നിലവിൽ ശിവസേനയെ ഒന്നിപ്പിക്കാനുള്ള ചരടുവലികളാണ് RSS നടത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. നമുക്കറിയാം, ഉദ്ധവ് താക്കറെയുമായി ശിവസേന ഇപ്പോഴും മികച്ച ബന്ധം തന്നെയാണ് പുലർത്തി വരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളമാണ് ഈ അവസാന ഘട്ടത്തിൽ RSS ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ. ഉദ്ധവ് ശിവസേനയും ഷിൻഡെ ശിവസേനയും ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ RSSന്റെ ഭാഗത്ത് നിന്നും തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വരെ ഉദ്ധവ് താക്കറെ RSSനെ തള്ളി പറഞ്ഞിട്ടേയില്ല. RSSനെതിരെ മറ്റ് രാഷ്ട്രീയ പ്രതിയോഗികൾ ശബ്ദമുയർത്തുന്ന സമയത്ത് പോലും RSSനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു രീതി മാത്രമേ ഉദ്ധവ് താക്കറെ പിന്തുടർന്നിട്ടുള്ളൂ. RSSന്റെ സഹായം വേണ്ടതില്ല എന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞ സമയത്തും ഉദ്ധവ് താക്കറെയാണ് അതിന് മറുപടി നൽകിയത്, RSS അല്ല. അന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞത്, നാളെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ RSSനെ പൂർണ്ണമായും തള്ളി പറയും എന്നാണ്. അത്ര കണ്ട് രോക്ഷാകുലമായി തന്നെയാണ് ഉദ്ധവ് താക്കറെ RSSന് വേണ്ടി പ്രതികരിച്ചത്. എന്തായാലും RSSന്റെ നാഗ്പൂരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഉദ്ധവ് താക്കറെ നീങ്ങിയത് എന്നതിന്റെ സൂചന കൂടി ഇതിലുണ്ട്. നമുക്കറിയാം, മോദിക്ക് മുന്നോട്ട് പോകാൻ RSSന്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ള ശക്തമായ സന്ദേശം തന്നെയാണ് ഇന്നലെ രാജ്യം നൽകിയത്. മഹാരാഷ്ട്രയിൽ RSSന്റെ ബൈഠക്കുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മോദിക്ക് RSS നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്: നിങ്ങൾ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊള്ളൂ, പക്ഷേ ആ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നതിനൊപ്പം തന്നെ പഴയ പ്രചാരകന്റെ റോൾ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. പൂർണ്ണമായും RSSനെ തള്ളി പറഞ്ഞുകൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് RSS വീണ്ടും വീണ്ടും അടിവരയിട്ട് തെളിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഭൂരിപക്ഷം കുറഞ്ഞതിൽ ഒരുപക്ഷെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് RSS കേന്ദ്രങ്ങൾ തന്നെ ആവാം എന്ന ഒരു സന്ദേശം കൂടി ഇതിലുണ്ട്. ശിവസേനയെ കൂടെ നിർത്താൻ തന്നെയാണ് ഇപ്പോൾ RSSന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഉത്തർപ്രദേശിലടക്കം വിശ്വ ഹിന്ദു പരിഷത്ത് വളരെ സജീവമാണ്. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രചരണത്തിന് പോലും കളത്തിലിറങ്ങിയിരുന്നില്ല. മോദി സ്വയം അല്ല നിയന്ത്രിക്കേണ്ടത് പാർട്ടിയെ, മറിച്ച് സംഘമായി തന്നെ അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് RSS വീണ്ടും വീണ്ടും പറയുന്നു. ആദ്യ പടിയായി ഇതിന്റെ ഒരു ഉദാഹരണം നമ്മൾ കാണാൻ പോകുന്നത് ഒരുപക്ഷെ കർഷക സമരത്തിൽ അടുത്ത സർക്കാർ എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും. കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് RSSും BJPയും തമ്മിൽ പ്രത്യക്ഷമായ തർക്കങ്ങൾ തന്നെ നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകളെ RSS നിശ്ചിതമായി തന്നെ വിമർശിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലൂടെയായിരിക്കും അടുത്ത സർക്കാർ വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. മോദി അമിത്ഷാ ദ്വന്ദ്വമല്ല BJP എന്ന മഹാവൃക്ഷത്തിന്റെ കാരണക്കാർ എന്ന് വീണ്ടും വീണ്ടും അവർ പറയുന്നുണ്ട്. ആദ്യപടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷകർക്ക് ആശ്വാസമായ ഒരു വാർത്ത എത്താനുള്ള എല്ലാ സജീവമായ നീക്കങ്ങളും RSS ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിതിൻ ഗഡ്കരിയുടെ ഒരു വിജയമായി കൂടി ഇതിനെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. നാഗ്പൂരിൽ നിന്നും നിതിൻ ഗഡ്കരി ഇത്തവണയും സ്വന്തമാക്കിയ മിന്നുന്ന വിജയം അത് എല്ലാത്തിനുമുള്ള തെളിവാണ്. ഒരുപക്ഷെ നിതിൻ ഗഡ്കരി അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കളൊക്കെ എന്തുകൊണ്ട് രണ്ടാം നിരയിലേക്ക് തഴയപ്പെട്ടു എന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വരും. ഇത്തരം ശക്തമായ സൂചനകൾ തന്നെയാണ് RSSന്റെ അനുകൂലികൾ ഉൾപ്പെടെ മോദിക്ക് നൽകുന്നത്. ഗഡ്കരി പ്രധാനമന്ത്രിയൊന്നും ആയില്ല എങ്കിൽ പോലും അടുത്ത മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് നിർണായകമായ റോൾ ഉണ്ടാകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. നിലവിൽ എന്തായാലും മഹാരാഷ്ട്രയിൽ അതിനാടകീയമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ശിവസേനയെ ഒന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ തന്ത്രങ്ങളും RSS അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.